ഇത്തരം പൂക്കളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 പൂക്കളുടെ ചിത്രമാണ്. അതിൽ ആദ്യത്തേതായ പൂവ് മുല്ലപ്പൂവാണ്. രണ്ടാമത്തേതായ പുഷ്പം മഹാലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ട റോസാപുഷ്പമാണ്. ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ ചിത്രമായ മുല്ലപ്പൂവാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളും കാത്തിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. പല കാര്യങ്ങളും നടക്കണം എന്ന ആത്മവിശ്വാസം അല്ലെങ്കിൽ ആഗ്രഹം ഉള്ളവരായിരിക്കാം നിങ്ങൾ. അത് നടക്കണം എന്ന ആഗ്രഹത്താൽ മുന്നോട്ട് പോകുന്നു എങ്കിൽ കാത്തിരിക്കുന്നതായ ആ അവസരം നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവർ നിങ്ങളെ വാക്കുകൾ പോലും പരിഗണിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. നിങ്ങൾക്ക് പല വിധത്തിലും മുൻഗണന ലഭിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ്. പല കാര്യങ്ങളിലും സമ്മർദ്ദങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. സമ്മർദ്ദങ്ങൾക്കിടയിലൂടെ കുടുംബസൗഖ്യം അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. പല രീതിയിലും സമ്മർദ്ദങ്ങൾ കുടുംബപരമായും അല്ലാതെയും നേരിടുന്ന നിങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രധാനമായും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മെച്ചപ്പെടും എന്നൊരു വിശ്വാസമുണ്ട് എന്നതാണ് വാസ്തവം. മനസമാധാനം പല കാര്യങ്ങളിലും ലഭിക്കാത്തതായ ഒരു സാഹചര്യം പോലുമുണ്ട്. ധാരാളമായി തന്നെ പല കാര്യങ്ങളും കാത്തിരിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായി നടക്കുവാൻ സാധ്യത കൂടുതലാണ് എന്നും ഒരു വഴിത്തിരിവ് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. കാത്തിരിക്കുന്നതായ ഒരു അവസരം അത് അപ്രതീക്ഷിതമായി നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു മുൻഗണന ലഭിക്കുന്ന ഒരു സാഹചര്യവും രൂപപ്പെടാം. സമ്മർദ്ദങ്ങൾക്കിടയിലൂടെ കുടുംബസൗഖ്യം അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല, ആരോഗ്യപരമായും ചില വിഷമതകൾ അനുഭവിക്കുന്നവരാകാം നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ക്രമേണ മെച്ചപ്പെട്ടു തുടങ്ങുന്ന അവസ്ഥ വന്നു ചേരാം. വിദേശ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകാവുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പണം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ തുലം കൂടുതലായിരിക്കുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് നിക്ഷേപമായി സൂക്ഷിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മംഗളകരമായ ചില കർമ്മങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത പോലും വളരെ കൂടുതലാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണകൾ സംഭവിക്കുക, അതുമൂലം വസ്തു തർക്കങ്ങൾ, അയൽക്കാരുമായുള്ള വാക്ക് തർക്കങ്ങൾ, അത്തരം പല കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു പല തർക്കങ്ങളും, ബന്ധങ്ങളിൽ വിള്ളൽ വീഴുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും തുലവും കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. ഈ സമയം ദേഷ്യം നിയന്ത്രിക്കുക എന്ന കാര്യത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ചില കാര്യങ്ങളിൽ അമിതമായ ഉത്കണ്ഠ നേരിടുന്ന വ്യക്തികളാകാം നിങ്ങൾ. ചില കാര്യങ്ങൾ ശോഭനമായി തീരണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് കൂടുതലായുമുണ്ട്. അത്തരം ചില കാര്യങ്ങളിൽ ചിലതെങ്കിലും അനുകൂലമായി തീരാം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുവാൻ, അതായത് നിങ്ങളെ
ചതിച്ച് ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അവർ ശ്രമിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. മറ്റുള്ളവരുടെ വാക്കുകളിൽ മാത്രം വിശ്വസിച്ച് ഒരു കാര്യവും നിങ്ങൾ പ്രവർത്തിക്കരുത് എന്ന കാര്യവും ഓർക്കുക. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായ ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചില വ്യക്തികൾ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമോ അല്ലെങ്കിൽ ചില വ്യക്തികൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന സാഹചര്യമോ ഉണ്ട്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നത് വാസ്തവമാണ്. പലപ്പോഴും നിങ്ങൾ മാത്രമല്ല മറ്റു ചിലരും അനാവശ്യമായ ചിലവിന് സാധ്യത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. ചിലവ് പലപ്പോഴും വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. നല്ല ബന്ധം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. യാത്രകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ്. മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുത്ത് അനാവശ്യമായ ചുമതലകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ടതില്ല എന്ന ചിന്തയിൽ അവരുടെ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരാം. പ്രശംസ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. മംഗളകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, തൊഴിൽ നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളും തുലവും കൂടുതലായ ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ സാധിക്കണം എന്നില്ല. പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ അനാവശ്യമായ റിസ്ക് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. നഷ്ടപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങൾ തിരികെ ലഭിക്കുന്നതായ ഒരു വർഷം തന്നെയാണ് മുൻപിലുള്ളത്. ശത്രുക്കളിൽ നിന്നും അകലം പാലിക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്ത്രങ്ങൾ പാളിയാലും വിജയങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പല വഴി സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അതും പ്രത്യേകിച്ചും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില സഹായങ്ങളോ നേട്ടങ്ങളോ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ചിലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സൽപ്രവർത്തികൾക്ക് പോലും അനുകൂലമായ സാഹചര്യമുണ്ട്. ഈ സമയം പല വിധത്തിലും പല സ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അപ്രതീക്ഷിതമായി നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉയർച്ച നൽകാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില വഴിത്തിരിവുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും തുലവും കൂടുതലാണ് എന്ന് പറയാം. ഈ സമയം ഉയർച്ചയോ വിജയങ്ങളോ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടോ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ഉയർച്ചകൾ, അതായത് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ഉയർച്ചകൾ സ്വീകരിക്കുവാനും താഴ്ചകളെ തടയുവാനും സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ നീങ്ങണം.